മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നേന്ത്രപ്പഴവും ചെറുപയറും ചേർത്തിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയെടുത്തിട്ട് ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുപയർ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പയർ അളന്നെടുത്ത ആ ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളവും എടുത്തിട്ടുള്ളത്. 1/2 ഗ്ലാസ്സാണ് പയർ എടുത്തത്. അതുപോലെ ഇതിനകത്ത് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ പഴമെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത്. ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി, അല്ലാതെ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. ഞാനതിൻ്റെ ആ നടുവിലുള്ള ആ ഒരു സീഡ്സിൻ്റെ ഭാഗമൊന്നും എടുത്ത് മാറ്റിയതാണ്. ഇപ്പം ഞാനിതിവിടെ എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചൊന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മൈദയോ ഗോതമ്പ് പൊടിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ ഇത് ഒന്ന് ലൂസായിട്ട് പോകും. അപ്പോൾ അതൊന്ന് കട്ടിയായിട്ട് നമുക്ക് കുഴച്ചെടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗോതമ്പ് പൊടി ചേർത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നമ്മളിത് കുഴച്ചെടുക്കുമ്പം അത് ആ ഒരു പാകത്തിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്പം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിനേക്കാളും അല്പം കൂടി അയഞ്ഞ ഒരു പരുവത്തിലാണ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും അല്പം വീതം എടുത്ത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ ഉരുളകളാക്കി എടുത്ത് വയ്ക്കാം. നമ്മൾ പയർ വേവിക്കാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 വിസിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പയറിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ശർക്കരയാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കര പാനിയാണ് ചേർത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് കരിപ്പട്ടി ശർക്കര പാനിയാക്കിയതാണ്. സാധാരണ ശർക്കര വേണേലും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങയും പയറും എല്ലാം കൂടെ ഈ ശർക്കരപ്പാനിയിൽ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നല്ല തിക്കാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ഇളക്കി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാകും. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ചെറുപയറിൻ്റെ കൂട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഓരോ ഉരുളയും എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുവിലേക്ക് ഓരോ സ്പൂൺ ചെറുപയറിൻ്റെ കൂട്ടും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 2 സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ കൊഴുക്കട്ട തയ്യാറാക്കുന്ന പോലെ ഉരുട്ടിയും വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. ഇതുപോലെ ഓരോ ഉരുളയും എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പരത്തിയിട്ട് അതിലേക്ക് ഈ കൂട്ട് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒരു ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. പഴമായതുകൊണ്ട് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒരല്പം എണ്ണ കയ്യിൽ പരട്ടിയിട്ട് വേണം ഇത് കയ്യിൽ വെച്ച് പരത്താനായിട്ട്. ഇതുപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഡിസൈനിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 15 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഒട്ടും എണ്ണ ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചെറുപയറും നേന്ത്രപ്പഴവും എല്ലാം കൂടെ വരുമ്പം നല്ലൊരു ടേസ്റ്റാണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗം ഇതാ ഇതുപോലെയാണ്.
നേന്ത്രപ്പഴവും ചെറുപയറും ചേർത്ത് തയ്യാറാക്കിയ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.